ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുറച്ച് സ്പൈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇനി ഈ സവാളയൊന്ന് വാടി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കുറവ് മതിയായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചിക്കൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേറെ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാഞ്ഞത്. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ആ ഒരു പാകത്തിനാവുന്നവരെ നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അതും കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ചിക്കൻ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് ഇനി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തതുകൊണ്ടായിരുന്നു ഞാൻ പിന്നീട് ഉപ്പ് ചേർക്കാനത്. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി നമ്മൾ വീണ്ടും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയണൈസാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മയണൈസും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലിപ്പോൾ മയണൈസ് ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മയണൈസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ മയണൈസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് മാവിന് പകരം മൈദമാവ് വേണമെങ്കിൽ അതായാലും എടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചപ്പാത്തി പരത്തുന്ന പലകയിലേക്ക് നമ്മൾ കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ ഈ മാവ് വെച്ചതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. എന്നാൽ തീരെ കനം കുറഞ്ഞും തീരെ കനം കൂടിയും പോകാൻ പാടില്ല. അപ്പോൾ ഒരു മീഡിയം കനത്തിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ. കുറച്ച് തിക്നെസ്സോട് വേണം പരത്താൻ. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ചപ്പാത്തി മാവ് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി ഇത് വീണ്ടും നമ്മൾ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും നമ്മളൊന്ന് പരത്തി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഫില്ലിങ്ങൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ 1 ടേബിൾ സ്പൂൺ വീതം ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ സൈഡിലൊന്നും ആവാതെ നടുവിലേക്ക് തന്നെ വെച്ച് കൊടുക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ സൈഡൊക്കെ നമുക്ക് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ്.
അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഫില്ലിംഗ് ഒക്കെ ഉള്ളിലാക്കിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കി വയ്ക്കുക. എന്നിട്ട് സൈഡെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് ഒന്ന് തള്ളി വെച്ചതിന് ശേഷം വേണം സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ. ഫില്ലിംഗ് ഒന്നും ഒട്ടും പുറത്തൊന്നും ആവാതെ നമ്മൾ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ചെയ്തെടുക്കണം. ഫില്ലിംഗ് ഒക്കെ നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ഒന്ന് തള്ളി വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ് കൈകൊണ്ട് ഒട്ടുന്നു പതിയെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫില്ലിംഗ് ഒട്ടും തന്നെ വെളിയിലൊന്നും ആവില്ല. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് മുട്ടയുടെ മിക്സിൽ മുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഓരോന്നായിട്ട് മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ ഒരുപാട് ചൂടായി പോകരുത്. ഒരു മീഡിയം ചൂടാകുമ്പോഴേക്കും നമ്മൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ പുറമൊക്കെ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. നല്ല ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. ഫില്ലിംഗ് ഒക്കെ വെന്തതാണ്, എന്നാൽ പോലും നമ്മളുടെ ചപ്പാത്തി മാവ് നമ്മൾ വേവിച്ചെടുത്തതല്ലോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു സൈഡൊക്കെ കളറൊന്ന് ചേഞ്ച് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്